ഈ ഷിപ്പിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്കും പിന്നെ ഇനി ജോയിൻ ചെയ്യാൻ പോണവർക്കും വേണ്ടി എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ മെയിനായിട്ടുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി കാഡറ്റ്സിനോടാണ്. അവർ ഈ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ടീനേജേഴ്സും അല്ലെങ്കിൽ ജസ്റ്റ് +2 കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് വരുമ്പോൾ അവർ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് ഓരോന്ന് ചെയ്യാൻ നോക്കും. ഷിപ്പിൽ ആർക്കും നമ്മളാരും അവിടെ ഹീറോ ആവാനോ അല്ലെങ്കിൽ അഡ്വഞ്ചർ കാണിക്കാനോ തന്നെയല്ല. നമ്മൾ എത്ര സേഫായിട്ട് നമ്മൾ ഇരിക്കുന്നു നമുക്കും നമ്മുടെ വീട്ടുകാർക്കും നല്ലത്. അതാണ് നമ്മൾ നമുക്ക് ഷിപ്പിൽ ജോലി ചെയ്യാതെ എന്തായാലും ഇരിക്കാൻ പറ്റില്ല. പക്ഷെ എന്ത് വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കുക. അതുപോലെ തന്നെ പ്രോപ്പർ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുക. ബൈപ്പാസ് ചെയ്യാതിരിക്കുക. നമ്മൾ ഷോർട്ട് കട്ട് എടുക്കാൻ നോക്കുക. പക്ഷെ ഒരു ചിലപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് സേവ് ആവും അതിൽ. പക്ഷെ നമ്മൾ എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ PPE നമ്മൾ പ്രോപ്പർ മറ്റേ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഇല്ലാതെ ഒരു പണിക്കും പോകരുത്. കാരണം നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് നഷ്ടം നമുക്ക് മാത്രമേ ഉള്ളൂ, പിന്നെ നമ്മുടെ വീട്ടുകാർ. കമ്പനിക്ക് കുറച്ച് ലാഭം ഉണ്ടാക്കി ആ PPEയുടെ ലാഭം ഉണ്ടാക്കി കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടാൻ പോണില്ല. സോ സേഫായിട്ട് ചെയ്യുക. അതാണ് എനിക്ക് എല്ലാവരോടും, വരാൻ പോകുന്ന എല്ലാവരോടും, ഷിപ്പിങ്ങിലുള്ളതും പിന്നെ വരാൻ പോണവരോടുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സേഫായിട്ട് തോന്നാത്തൊരു കാര്യം ചെയ്യാണ്ടിരിക്കുക. അതെ, നോ പറയേണ്ട അടുത്ത് നോ പറയുക. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും നമ്മളിപ്പം പറയും ഹെലികോപ്റ്റർ ഇവാക്യുവേഷൻ ചെയ്യാമെന്നൊക്കെ പറയും. പക്ഷേ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ 200 നോട്ടിക്കൽ മൈൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരിക്കൽ ഹെലികോപ്റ്ററിന് വന്ന് നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്തു. കാരണം അതിന് ഹെലികോപ്റ്ററിൻ്റെ ബങ്കർ, അത് ഹെലികോപ്റ്ററിൻ്റെ ഫ്യൂവൽ കപ്പാസിറ്റി അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഷിപ്പ് പോർട്ട് എത്തുന്നവരെ വെയിറ്റ് ചെയ്യണം. അതൊക്കെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളത്ര ശരിക്കും ആലോചിച്ചും സേഫായിട്ടും വേണം കാര്യങ്ങൾ നോക്കാൻ. അതാണ് കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ.